കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ അതിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റ് പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു, നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു. UAE കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാര്, സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത്. റെഡ് ക്രസന്റ് എന്ന ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായ്പ എടുക്കാൻ പോകുന്നു. റെഡ് ക്രസന്റുമായി ചേർന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പിരിവ് നടത്തുന്നു. നേരിട്ട് ഞങ്ങൾ കേരളം, ഇത് വേറൊരു സ്റ്റേറ്റാണ്, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ കട്ടിങ് സൗത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം. എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു. ഒരു ചെറിയ സംഭവമല്ല ഇത്. കാരണം മുഖ്യമന്ത്രി അതിനെ മറ്റൊരു തലത്തിലേക്ക്, കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചരണമാണ്.